ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുഴക്കുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ വേദിയാണെന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഉർവത്ത് ബിൻ സുബൈർ വലതുകാലം മുറിക്കാൻ തീരുമാനിക്കപ്പെട്ടപ്പോ ഡോക്ടർമാര് പറഞ്ഞു, ഉർവത്ത് ബിൻ സുബൈർ അങ്ങയുടെ വലതുകാലം മുറിക്കണമെങ്കിൽ അനസ്തേഷ്യക്ക് വിധേയമാക്കണം, അങ്ങയെ മഴക്കി കിടത്തണം, അങ്ങ് മഴകിപ്പോകുന്ന അബോധാവസ്ഥയിലാവുന്ന മരുന്ന് കഴിക്കണം എന്ന് ഉർവത്ത് ബിൻ സുബൈറിനോട് പറഞ്ഞു. ഉടനെ ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞ വാക്കുകൾ, സഹോദരി ഭർത്താവിനെ ഓർമ്മപ്പെടുത്തണം, സഹോദരി മക്കളെ ഓർമ്മപ്പെടുത്തണം, സഹോദരി ലോകത്തെ ഓർമ്മപ്പെടുത്തണം. ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞു, എന്റെ നാഥനെ മറക്കുന്ന മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മറക്കുന്ന ഒരു അബോധാവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. എനിക്ക് എന്റെ നാഥനെ സ്തുതിക്കണം, എനിക്ക് എന്റെ നാഥനെ വാഴ്ത്തണം. അതുകൊണ്ട് എന്റെ വലതുകാല് പച്ചക്ക് മുറിച്ചു മാറ്റണം. ഒരു ചെറിയ ഇഞ്ചക്ഷൻ താങ്ങാൻ കരുത്തില്ലാത്ത, ഒരു ചെറിയ ആണി കയറിയാൽ ക്ഷമിക്കാൻ കരുത്തില്ലാത്ത, കല്ലിൽ കാല് വെച്ച് കുത്തിയാൽ പണ്ടാരടങ്ങാൻ എന്ന് പറയുന്ന നെറ്റിത്തടമ്പിൽ തഴമ്പുള്ള മുസൽമാനെ ഉർവത്ത് ബിൻ സുബൈർ, നീ അറിയണം, വലതുകാല് പച്ചക്ക് മുറിച്ചു മാറ്റാൻ ഉർവത്ത് ബിൻ സുബൈർ ആവശ്യപ്പെടുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഉർവത്ത് ബിൻ സുബൈറിന്റെ വലതുകാല് മുറിച്ചു മാറ്റുന്നു. ഹാ ഹോ എന്ന നിരക്കം പോലുമില്ലാതെ പുഞ്ചിരി തൂകിയ മുഖവുമായി ഉർവത്ത് ബിൻ സുബൈർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തേക്ക് വരികയാണ്. ഓടി വന്നിട്ട് ഒരാൾ വിളിച്ചു പറയുന്നു, ഉർവത്ത് ബിൻ സുബൈർ, 7 മക്കളിൽ അങ്ങയുടെ 7 മക്കളിൽ ആൺകുട്ടി ടെറസിൽ നിന്ന് വീണ് മരിച്ചിരിക്കുന്നു എന്ന്, അങ്ങയുടെ ആൺകുട്ടി മരിച്ചിരിക്കുന്നു എന്ന്. അൽഹംദുലില്ലാഹ്, ഉർവത്ത് ബിൻ സുബൈറിന്റെ വാക്ക് അൽഹംദുലില്ലാഹ് മുജാഹിദുകൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല, ആധുനിക മുസ്ലിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടുണ്ടോ? എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ റബ്ബാണെന്ന് സൂറത്ത് ആൽ ഇംറാനിലെ വചനം അവരുടെ മനോമുഖരത്തിൽ ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും നടക്കില്ലെന്ന ഉത്തമ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ കയറിയിട്ടുണ്ടോ? ഉർവത്ത് ബിൻ സുബൈർ സ്വന്തം മകൻ മരിച്ചു എന്നാ അറിയണത്. മുറിച്ച കാലുമായി ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തു വരുമ്പോ, പടച്ചോനെ നീ എന്നെ പരീക്ഷിച്ചല്ലോ എന്ന വിലാപമല്ല, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉർവത്ത് ബിൻ സുബൈറിനോട് ചോദിച്ചു, സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് പറയേ, സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് പറയേ എന്ന് ചോദിച്ചപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 7 മക്കളെ തന്നു, എന്റേതല്ലാതെ 7 മക്കളെയും എന്റെ റബ്ബ് തന്നതാ. എന്റെ റബ്ബ് തന്നതിൽ ഒന്നിനെ എന്റെ റബ്ബ് തിരിച്ചെടുക്കുമ്പോ ഞാൻ എന്തിനു വേദനിക്കണം? 6 എണ്ണത്തെ റബ്ബിന് എടുക്കാമായിരുന്നു, 7 എണ്ണത്തെ റബ്ബിന് എടുക്കാമായിരുന്നു. എന്നിട്ടും എന്റെ റബ്ബ് എന്നോട് ഔദാര്യം കാണിച്ചില്ലേ? അൽഹംദുലില്ലാഹ്. ഒന്നുകൂടെ മനസ്സിലാക്കണം, ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ ബാപ്പ എന്ത് പറഞ്ഞു എന്ന് മലക്കുകളോട് അല്ലാഹ് ചോദിക്കുമെന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിതാവിന് ബൈത്തുൽ ഹംദുണ്ട്, ബൈത്തുൽ ഹംദുണ്ട്. ഈ വിശ്വാസമാണ് മുസൽമാനെ പിടിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകം. നാം അറിയണം, പ്രിയപ്പെട്ടവരെ, നാം അറിയണം, ലോക പ്രശസ്ത കാർട്ടൂണിസ്റ്റായ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ കലാസൃഷ്ടികൾ പരിപൂർണതയിലെത്തണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളും പൂർണ്ണത പ്രാപിക്കാതെ പോയപ്പോ അദ്ദേഹം അസ്വസ്ഥനാവുകയാണ്, മാനസികമായ രോഗത്തിനടിമപ്പെടുകയാണ്, ഒരുതരം രോഗിയായി മാറുകയാണ്, ചിത്തഭ്രമം പിടിപെടുകയാണ്. അദ്ദേഹത്തെ ഡോക്ടർ ചികിത്സിച്ചു, അദ്ദേഹം പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ലോകം കണ്ട കാർട്ടൂണിസ്റ്റിന്റെ അവസ്ഥ ഇതാണ്. നോക്കണേ, പ്രഗത്ഭനായ, ഞാൻ നിങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു തരാം, മനസ്സിലാക്കി തരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിലെ കാതലായ വശങ്ങളിൽ ഒന്നതാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താണത്? പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന വിൻസെന്റ് പീലിയുടെ അടുക്കൽ ഒരു കോടീശ്വരൻ വന്നു. ആ കോടീശ്വരൻ വന്നിട്ട് പറയുന്നത് ഇതാണ്, എനിക്ക് കോടിക്കണക്കിന് പണമുണ്ട്, കോടിക്കണക്കിന് പണമുണ്ട്, ഒരുപാട് ആസ്തികളുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്, പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ടെൻഷനാണ്, സമാധാനമില്ല, എന്റെ മനസ്സ് വേദനിക്കുകയാണ്, അങ്ങനെയൊരു മാർഗം പറഞ്ഞു തരണം. പ്രഗത്ഭനായ മനഃശാസ്ത്രജ്ഞൻ ഈ കോടീശ്വരനെ കൂട്ടി എവിടേക്കാ പോയതെന്നറിയുമോ? ശ്മശാനത്തിലേക്കാണ്. മൂകമായ ശ്മശാനം, ദുഃഖങ്ങളില്ലാത്ത ശ്മശാനം, ഒച്ചയില്ലാത്ത ശ്മശാനം. എന്തേ അതിലൂടെ സൂചിപ്പിക്കുന്നത്? ദുഃഖങ്ങളില്ലാത്ത ആരും ലോകത്തില്ല. ശ്മശാനത്തിലല്ലാതെ ലോകത്തെവിടെയും എന്തുണ്ട്? വൈറ്റ് ഹൗസിലെ ബരാക് ഒബാമക്ക് ദുഃഖമുണ്ട്,
കഴിഞ്ഞുപോയ പ്രധാനമന്ത്രിക്ക്, പ്രസിഡന്റിന് ദുഃഖമുണ്ട്, ഏരിയൽ ഷാരോന് ദുഃഖമുണ്ട്, പ്രധാനമന്ത്രിക്ക് ദുഃഖമുണ്ട്, എനിക്കും നിങ്ങൾക്കും ദുഃഖമുണ്ട്. പക്ഷെ ഒരു മുഅ്മിനിന്റെ ദുഃഖം എന്താണ്? അത് നെഞ്ചിലേറ്റാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഉർവത്ത് ബിൻ സുബൈർ വീണ്ടും പറഞ്ഞു, എനിക്ക് അല്ലാഹു 2 കൈ നൽകി, എനിക്ക് അല്ലാഹു 2 കാല് നൽകി, എന്റെ ഒരു കാല് മാത്രമേ അവൻ എടുത്തിട്ടുള്ളൂ എന്ന്. ദുബായിൽ ആക്സിഡന്റ് പറ്റി, കാല് കംപ്ലീറ്റ് മുട്ടിന്റെ തായോട്ട് പൊട്ടി നുറുങ്ങി 50-ലധികം കമ്പിയിട്ടൊരാളെ മിംസിൽ ചെന്ന് ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറഞ്ഞു കൊടുത്തു. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദനകൾ, അവന്റെ ആകുലതകൾ, അവന്റെ മനോവ്യതകൾ, അത് അവന്റെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ള പോലും അവന്റെ പാപം പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന ഏതറിവ് നമുക്ക് സമാധാനം നൽകും? രോഗം വരുമ്പോ സ്വസ്ഥമാണ്, പണ്ടാരമടങ്ങാൻ എന്ന് പറയാത്ത എത്ര പേർ നമുക്കിടയിലുണ്ട്. നിങ്ങൾക്കറിയുമോ, അറിവിന്റെ അഭാവമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. രോഗം പരീക്ഷണമാണ്, രോഗം അനുഗ്രഹമാണ്. പനി പിടിച്ചു വരച്ച ഒരു സ്ത്രീ പണ്ടാരടങ്ങാൻ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, നരകത്തിലെ ചൂടിലെ ഒരു ചൂടാണ് പനി. സഹീഹ് മുസ്ലിമിൽ കാണാം, നരകത്തിന്റെ ചൂടിലെ ഒരു ചൂടാണ്. എത്ര ശക്തമായി പനിക്കുന്നുവോ അത്രയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്തുണ്ട്? പനിക്കെട്ട് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുമെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അറിവിലേക്ക് മനുഷ്യൻ വളരണം. അപസ്മാര രോഗിയായ സ്ത്രീ പ്രവാചക സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അപസ്മാരം മാറ്റാൻ അങ്ങൊന്ന് രാജാതിരാജനായ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി ചോദിച്ചു, പെണ്ണേ, ഞാൻ പ്രാർത്ഥിക്കണോ? പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, പക്ഷേ അപസ്മാര രോഗം നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. കണ്ടോ, രോഗത്തെ കുറിച്ച് അതുവരെയുള്ളവരുടെ കാഴ്ചപ്പാട് അതൊരു പരീക്ഷണവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മ്ലേച്ഛതയും മാനതയും എല്ലാ പ്രശ്നമാണ്. കാരണം അവരുടെ നഗ്നത വെളിവാകുമായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോ അറിയേണ്ട അറിവ്, അറിയേണ്ട സ്രോതസ്സിൽ നിന്ന് കിട്ടിയപ്പോ എന്താ അറിവ്? അപസ്മാര രോഗം ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് എന്ന അറിവ്. ഈ അറിവ് വന്നപ്പോ ആ പെണ്ണ് ഉടനെ പറയാൻ, എനിക്ക് അപസ്മാര രോഗം മാറണ്ട, എനിക്ക് സ്വർഗം മതി, പക്ഷേ അങ്ങൊന്ന് എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രമേയ രോഗം ഒരു അനുഗ്രഹമാണ്, ക്യാൻസർ ഒരു അനുഗ്രഹമാണ്, രക്തസാക്ഷിയുടെ ഉദര സംബന്ധമായ രോഗം രക്തസാക്ഷിയുടെ കൂലിയാണ്. ഈ വിവരമുള്ളവന് ഉദരരോഗം ഒരു പ്രയാസമാണോ? മാത്രവുമല്ല, രോഗം എത്ര കണ്ട് ബാധിക്കുന്നുവോ അത്ര കണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന അറിവ് എത്ര വലിയ അറിവാണ്. തലമുടി നിരക്കുമ്പോ അസ്വസ്ഥമാകും ആളുകൾ, താടി നിരക്കുമ്പോ അസ്വസ്ഥമാകും ആളുകൾ. അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ കാണാം, ഒരു മനുഷ്യന്റെ മുഖത്ത് എത്ര താടി നിരക്കുന്നുവോ അത്ര പാപം പുറത്തു കിട്ടും. ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി നിരക്കുന്നുവോ ആ എണ്ണത്തിനനുസരിച്ച് പാപം പുറത്തു കിട്ടും. എങ്കിൽ അസ്വസ്ഥമാകുമോ? സമാധാനക്കേടുണ്ടാകുമോ? രോഗത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ വീക്ഷണം എന്താ? റബ്ബാണ് രോഗം നൽകുന്നത്, അത് ശിഫയാക്കാൻ കഴിവുള്ളവനവനാണ്. മനുഷ്യനെ രോഗിയാക്കുന്നത് വഴി റബ്ബ് കാരുണ്യത്തിന് വിരുദ്ധം ചെയ്തിട്ടില്ല. റബ്ബിന്റെ കാരുണ്യമാണ് രോഗം. രോഗത്തിലൂടെ മനുഷ്യനെ പെർഫെക്റ്റ് ആക്കിയെടുക്കുക. അഗ്നിജ്വാലകളിലിട്ട് സ്വർണം ഉരുക്കിയെടുത്ത് മാലിന്യം നീക്കുന്ന പോലെ രോഗത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഉന്നതമായ ഒരു കാര്യം. വല്ലാത്തൊരു ചോദ്യം. അല്ല, സ്വർഗത്തിലേക്ക് പാഞ്ഞങ്ങ് കയറാം എന്ന് നിങ്ങൾ വിചാരിച്ചോ? കഴിയില്ല. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അന്ന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയണം. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 142-ാമത്തെ വചനം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. സൂറത്ത് ബഖറ 2-ാം അധ്യായം 214-ാമത്തെ വചനം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ടോ,